ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമുക്കൊന്നൊരു സൂപ്പർ ടേസ്റ്റി വെട്ടുകേക്ക് തയ്യാറാക്കിയാലോ. നമ്മൾ ചായക്കടയിൽ ചില്ലുഭരണിയിൽ ഇരുന്നിട്ട് നമ്മൾ മേടിക്കുന്ന വെട്ടുകേക്ക് തന്നെയാണ് തയ്യാറാക്കുന്നത്. അതേ ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പം എല്ലാവരും ചെയ്ത് നോക്കണം വീട്ടിലെ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണണം, എന്നാലും നമ്മൾക്കിത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഞാനതിന് 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 3 കപ്പ് മൈദക്ക് 1 കപ്പ് റവ എടുക്കണം. ഇത് കറക്റ്റ് അളവാണ്. ഇതിൽ നിന്നും വ്യത്യാസം വരുത്തരുത്. അപ്പോൾ നമ്മൾ വ്യത്യാസം വരുത്തുന്നത് പറയുന്നത്, റവ കുറഞ്ഞു പോയാൽ നമുക്ക് ഫുള്ള് ഇങ്ങനെ സോഫ്റ്റ് ആയിരിക്കും. റവ കൂടിപ്പോയാൽ നല്ല ഹാർഡായിരിക്കും. അപ്പോൾ നമ്മൾ ആ കേക്കിൻ്റെ ടെക്സ്ചറേ പോകട്ടോ. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ അതേ അളവിൽ തന്നെ എടുക്കണം. പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു ബേക്കിംഗ് സോഡ ഇടുന്നുണ്ട്. ബേക്കിംഗ് സോഡ ഇടുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫ്രഷ് ആയിരിക്കണം. നമ്മൾ മേടിച്ച് വെച്ച് കുറേ കാലം യൂസ് ചെയ്യാതിരിക്കരുത്. ആ ബേക്കിംഗ് സോഡ ഒക്കെ നമ്മൾ എന്തെങ്കിലും വൃത്തിയാക്കാനോ എന്തിനേലൊക്കെ യൂസ് ചെയ്ത് തീർക്കാൻ നോക്കുക. അല്ലാതെ കുറേ കാലം ബേക്കിംഗ് സോഡ യൂസ് ചെയ്താൽ നമ്മൾ എന്തുണ്ടാക്കിയാലും ഫുഡിന് ടേസ്റ്റും കിട്ടില്ല, അത് കൊളാവേ ഉള്ളൂ. അപ്പോൾ ഞാനിതാ ബേക്കിംഗ് സോഡ ഒരു നുള്ളിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 1 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് എടുക്കുന്നത് കേട്ടോ. 3 കപ്പ് മൈദ, 1 കപ്പ് റവ, 1 കപ്പ് പഞ്ചസാര. അത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പഞ്ചസാരയിലേക്ക് ഒരു 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അത് നല്ലപോലെ അടിച്ച് ഏലക്കായ ഇടുന്നുണ്ട് കേട്ടോ. ഒരു 5 ഏലക്കായോളം ഇട്ടിട്ടുണ്ട് ഞാൻ. കാരണം ചെറിയ ഏലക്കായാണ്, അതുകൊണ്ടാണ് ഞാൻ ഏലക്കായ 5 ഇട്ടത്. സാധാ വലിയ ഏലക്കായ ആണെങ്കിൽ 3 ഏലക്കായ മതി. എനിക്ക് പ്രാവശ്യം മേടിച്ചത് ചെറിയ ഏലക്കായാണ് കിട്ടിയിട്ടോ. അപ്പോൾ അത് നല്ലപോലെ ആ പൊടിയിലേക്ക്, നമ്മൾ കൂട്ടി വെച്ച പൊടിയിലേക്ക് ഈ അടിച്ചത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണേ. മിക്സ് ചെയ്തിട്ട് നമ്മളത് പത്തിരിക്കൊക്കെ മാവ് കുഴക്കില്ല, അതുപോലെ കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ നല്ലപോലെ കുഴച്ച് നോക്കുമ്പോൾ എൻ്റെ കൈമ ഭയങ്കര ഒട്ടലായിരുന്നു. അപ്പോൾ എനിക്കത് അങ്ങനെ ഇഷ്ടമല്ല ഒട്ടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ നെയ്യ് ഒഴിച്ചു. ഈ ടൈമിലെല്ലാം നെയ്യ് ഒഴിക്കണമെന്നില്ല, നെയ്യ് നമ്മൾ ലാസ്റ്റൊക്കെ ഒഴിക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ എൻ്റെ കൈമ ഒട്ടണ കാരണം എനിക്ക് എന്തോ ഒരു പോലെ തോന്നിയിട്ട് പെട്ടെന്ന് നെയ്യെടുത്ത് കൈമലൊക്കെ തേച്ച് അതിലും കൂടെ ഇട്ട് 1 സ്പൂണോളം അതിലും കൂടെ ഒഴിച്ചിട്ടാണ്. എന്നിട്ട് നെയ്യ് ഇട്ടതാ നല്ലപോലെ സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ സോഫ്റ്റ് ചെയ്യണം. ഈ ടൈമിൽ ഞാനൊരു സാധനം മറന്നിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. കണ്ടെങ്കിൽ ഒന്ന് പറയണേ, മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ പറയാം. പക്ഷെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം. പക്ഷെ അത് ഇട്ടിട്ടും കാര്യമൊന്നുമില്ല, എനിക്ക് അതിനോട് താല്പര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്കത് സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. എന്നാലും വീഡിയോയിലൊക്കെ ഒന്ന് ഭംഗി ഉണ്ടായിക്കോട്ടെ വെച്ചിട്ട് അത് പിന്നെ ആഡ് ചെയ്തതാണ്. പക്ഷെ അത് ഫലം ഉണ്ടായിട്ടില്ല, ഇട്ടത് കുറവായിപ്പോയി. പക്ഷെ ടേസ്റ്റിലൊന്നും അത് ബാധിക്കില്ലേ. നിങ്ങൾ അത് കണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ ഇന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് സൂപ്പറായിട്ട് സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഞാനിത് അതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ വിചാരിച്ച സർക്കിളിൽ ഒന്ന് പരത്തിയെടുക്കാം. പിന്നെ ഞാൻ കരുതി എന്തിനപ്പോൾ ഞാൻ സർക്കിളിൽ പരത്തിയെടുത്ത് ടൈം കളയുന്നു. അപ്പോൾ അതിന് നല്ലത് ഇങ്ങനെ നമ്മൾ സ്ക്വയറായിട്ട് തന്നെ പരത്തിയെടുത്താൽ എനിക്ക് കട്ട് ചെയ്യാൻ എളുപ്പമാണല്ലോ. അപ്പോൾ ഞാൻ സ്ക്വയറായിട്ട് തന്നെ പരത്തിയെടുത്ത് കട്ട് ചെയ്തെടുത്തിട്ട് 4 ആദ്യം നീളം കട്ട് ചെയ്ത് പിന്നെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് സ്ക്വയറായി കട്ട് ചെയ്തത് നമ്മൾ കട്ട് ചെയ്യുന്നതാണ്, പിന്നെ കട്ട് ചെയ്യുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ ടൈമിലൊക്കെ നമ്മളെ ഇഷ്ടത്തിന് കട്ട് ചെയ്യാം. ഏത് ടൈം ട്രയാങ്കിൾ ഷേപ്പിലാണോ, സ്ക്വയറാണോ, റൗണ്ടാണോ, അതൊക്കെ നമ്മളിഷ്ടമാണ്. പക്ഷേ ലാസ്റ്റ് സ്റ്റെപ്പില്ലേ കട്ട് ചെയ്യണതിൽ, അത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ സ്റ്റെപ്പ് നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ ഫസ്റ്റ് കട്ട് ചെയ്തത് ഇങ്ങനെയാണ് കേട്ടോ. അത് ഞാൻ എൻ്റെ മിസ്റ്റേക്കും കൂടെയാണ് ഞാനിതിൽ കാണിക്കുന്നത്. ഫസ്റ്റ് കട്ട് ചെയ്തത് ഇങ്ങനെയാണോ, പക്ഷേ ഇങ്ങനെ കട്ട് ചെയ്തപ്പോൾ എനിക്ക് എന്തോ ഒരു പെർഫെക്ഷൻ പോരാന്ന് തോന്നി. അപ്പോൾ ഞാൻ അത് മാറ്റി വെച്ചിട്ട് അടുത്ത് കട്ട് ചെയ്യാൻ പോയപ്പോഴെനിക്ക് തോന്നി ഇങ്ങനെ കട്ട് ചെയ്യേണ്ട, നമുക്ക് വേറെ ഷേപ്പ് കട്ട് ചെയ്ത് നോക്കാമെന്ന്. വേറെ ഷേപ്പ് കട്ട് ചെയ്തതെന്ന് നോക്കി കേട്ടോ. വേറെ ഷേപ്പ് കട്ട് ചെയ്തതാണ് ഇതിനേക്കാളും നല്ല കട്ടിങ്. പക്ഷേ അത് എൻ്റെ ഷേപ്പ് കട്ടിങ്ങാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ ഏറ്റവും മെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മളെപ്പോഴും ഒരു കേക്കിന് കട്ട് ചെയ്യുന്നത് 1/4 ഭാഗം കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഫുള്ളായിട്ട് തുമ്പ് വരെ കട്ട് ചെയ്യാൻ പാടില്ല. 1/4 ഭാഗം, ഹാഫാണെങ്കിലും കുഴപ്പമില്ല. അതിനേക്കാളും കൂടുതലാവരുത് ഒരിക്കലും. എന്നിട്ട് അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വറക്കാനാണ്. നമ്മൾ കൂടുതലായിട്ട് കട്ട് ചെയ്ത് ഇടുമ്പോൾ അത് വേറിടാൻ സാധ്യതയുണ്ട്, 2 കേക്കാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ പീസ് നമ്മൾ കട്ട് ചെയ്ത ആകൃതി തന്നെ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു 1/4 ഭാഗം കട്ട് ചെയ്യണം. അത് ഏത് ഷേപ്പാണോ അതൊക്കെ നമ്മളിഷ്ടമാണ്. അത് ഞാൻ ലാസ്റ്റ് കട്ടിങ്ങിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ലാസ്റ്റ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും അത് എത്രത്തോളാണോ കട്ട് ചെയ്യേണ്ടത്, നമ്മളെ ഷേപ്പ് കിട്ടേണ്ട രീതിയിൽ നമ്മൾ കട്ട് ചെയ്യണമെങ്കിൽ 1/4 ഭാഗം കട്ട് ചെയ്യണം. അത് ഹാഫായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഏറ്റവും അറ്റത് പോയി കട്ട് ചെയ്യരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മളെ കേക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.
ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് ഞാൻ വരാം. ഓക്കെ.